In this video, we will discuss about data linking with Microsoft Excel. ഒരു എക്സൽ ഷീറ്റിൽ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് ഡാറ്റ ലിങ്ക് ചെയ്യാന്നാണ് പറയാൻ പോകുന്നത്. ലിങ്കിങ് വിൽ ഡൈനാമിക്കലി പുൾ ഡാറ്റ ഫ്രം എ ഷീറ്റ് ടു അനദർ. ഒരു ഷീറ്റിൽ നിന്ന് വേറൊരു ഷീറ്റിലൊരു ഡാറ്റ ഡൈനാമിക്കലി ലിങ്ക് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റാണ് ഡാറ്റ ലിങ്കിങ് എന്ന് പറയുന്നത്. ഇത് MS Excel. Okay, the data will update in our destination sheet whenever we change the content of the cell in our source sheet. സോഴ്സ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് റൺ ചെയ്യുന്ന ഷീറ്റാണ്. ആ ഷീറ്റിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ അപ്ഡേഷൻ വെച്ചാൽ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു എഡിറ്റ് ഓപ്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഫോൾഡർ, ഡെസ്റ്റിനേഷൻ ഷീറ്റ് ഏതാണോ ആ ഷീറ്റിലെ ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൈനാമിക് ആയി ചേഞ്ച് ആയിട്ടുണ്ടാവും. വി ക്യാൻ എസ്റ്റാബ്ലിഷ് ലിങ്ക് അക്രോസ് മൾട്ടിപ്പിൾ സ്പ്രെഡ്ഷീറ്റ് ആൻഡ് വർക്ക് ബുക്ക്. നമുക്ക് ഇങ്ങനെ ഡാറ്റ ചെയ്യേണ്ടത് ഒന്നെങ്കിലും മൾട്ടിപ്പിൾ സ്പ്രെഡ്ഷീറ്റിലെ ഡാറ്റ ചേഞ്ച് ചെയ്യാം. എന്നാൽ ഒരു ഷീറ്റിൽ നിന്ന് വേറെ ഷീറ്റിലോ ഡാറ്റ ചേഞ്ച് ചെയ്യാം സെയിം ബുക്കിൽ തന്നെ. അതെങ്കിൽ വർക്ക് ബുക്ക് ഡിഫറെന്റ് വർക്ക് ബുക്കിലെ ഡാറ്റ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഈ എക്സൽ ഫയൽ അല്ലെങ്കിൽ XLS എന്ന് പറഞ്ഞാൽ എക്സൽ ഫയൽ, MS Excelന്റെ ഫയൽ, ആ ഫയലിൽ നിന്ന് വേറൊരു ഫയലിലെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ലിങ്ക് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ സെയിം ഫയലിൽ തന്നെയുള്ള മൾട്ടിപ്പിൾ ഷീറ്റുകൾ ഉണ്ടാവും, അതിലെ ഷീറ്റിലാണ് ലിങ്ക് ചെയ്യിപ്പിക്കാം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കിയേ, ടു പ്രിവെന്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ സെയിം ഡാറ്റ. നമുക്ക് ഡാറ്റ രണ്ട് ഷീറ്റിലും സെയിം ഡാറ്റന് സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഞാൻ വേറെ ഭാഗത്തുള്ളത് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഭാഗത്ത് ഡാറ്റ കംപ്ലീറ്റ് എൻ്റർ ചെയ്തിട്ട് സെയിം ഡാറ്റ, ആ ഡാറ്റ ബാക്കി എവിടേക്കെല്ലാം ഡാറ്റ ആക്സസ് ചെയ്യണ്ടോ അവിടേക്കെല്ലാം സെയിം ഡാറ്റ ലിങ്ക് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ഒരു റെഫറൻസ് കൊടുത്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഡാറ്റ ഒരു ഭാഗത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം ഫസ്റ്റ് കോപ്പിയിലിട്ട സെയിം ഡാറ്റ അപ്ഡേഷൻ എടുത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എവിടെയെല്ലാം ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് അതെല്ലാം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ്, നമ്മൾ സെയിം ഡാറ്റന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് സേവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ദ ലിങ്ക് ഫോർമുല സിൻടാക്സ് എങ്ങനെയാ ലിങ്ക് ചെയ്യാന്നാ പറഞ്ഞത്. ഈസ് ഈക്വൽ ടു ദ ഷീറ്റ് നെയിം എക്സ്ക്ലമേഷൻ മാർക്ക് സെൽ റെഫറൻസ്. ഇതാണ് ഈ ഒരു സിൻടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഷീറ്റിലെ ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഷീറ്റ് 1 എക്സ്ക്ലമേഷൻ മാർക്ക് ദെൻ B6. ദാറ്റ് ഈസ് B6 എന്ന് പറഞ്ഞ ഒരു സെല്ല് അത് എവിടെയുള്ളത്, ഷീറ്റ് 1 എന്ന് പറഞ്ഞ ഒരു ഷീറ്റിലുണ്ട്, വർക്ക് ഷീറ്റിൽ. ഈ ഷീറ്റ് 1 എന്നുള്ള ഷീറ്റ് നെയിമാണ്. ഇവിടെ നമുക്ക് ആ ഷീറ്റ് നെയിമിന് താഴെ നമുക്ക് കാണാറില്ലേ, അത് എന്ത് നെയിം കൊടുക്കാം, ഏത് നെയിമാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ നെയിമാണ്. ബൈ ഡീഫോൾട്ട് ഷീറ്റ് 1 ഷീറ്റ് 2 എന്നായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ ആ ഷീറ്റിന്റെ നെയിം എന്താണോ അതാണ് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ എക്സ്ക്ലമേഷൻ മാർക്ക് ഓർ സെൽ നമ്പർ. അപ്പൊ അവിടെയുള്ള ഡാറ്റ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ എക്സൽ ഷീറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ ഡാറ്റ. മൺഡേയില് മലപ്പുറം ജില്ലയിൽ എത്ര കോഫി എത്ര സെയിൽ ആയിട്ടുണ്ട് മനസ്സിലാക്കാം. അതുപോലെ ടീ എത്രയുണ്ട്, മിൽക്ക് എത്ര, ഇതിന്റെ സെയിൽ എമൗണ്ട് ആണ് പറഞ്ഞത്. 3,128 മലപ്പുറം ജില്ലയിൽ ചെലവായിരുന്നു. പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ ഈ 4 ജില്ലകളിലും മൺഡേ കോഫി എത്ര സെയിൽ നടന്നിട്ടുണ്ട്, കോഫി. ദെൻ ടീ എത്ര സെയിൽ നടന്നിട്ടുണ്ട്, അതുപോലെ മിൽക്ക് എത്ര സെയിൽ ആവുന്നത്, അതുപോലെ ട്യൂസ്ഡേ, വെനസ്ഡേ. ഞാൻ 3 ഡേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളത് എടുത്തില്ല. ഈ ഒരു ഡാറ്റ നമുക്ക് വേറെ ടേബിൾ ആക്കി ഇവിടെ നോക്കിയാൽ വീക്കിലി ടോട്ടൽ, ഒരു വീക്കിലുള്ള കൺസെപ്റ്റ് മൊത്തം എടുക്കണം. കാരണം ഇവിടെ 3 ഡേയ്സിന്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, 3 ഡാറ്റ എടുത്തുള്ളൂ. ശരിക്കും ഒരു 7 ഡാറ്റകൾ വരും, ഒരു വീക്കിലി ആകുമ്പോൾ 7 ഡാറ്റ വരും. മലപ്പുറം ജില്ലയിൽ കോഫി ഒരു വീക്കിൽ എത്ര ചെലവായി നമുക്കറിയണം, എത്ര സെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്നുണ്ട് ഈ ഡാറ്റ എടുക്കേണ്ടി വരും. ഈ ഒരു ഡാറ്റ മലപ്പുറം കോഫി മൺഡേയിൽ, ട്യൂസ്ഡേ മലപ്പുറം കോഫി ദിസ് മച്ച്, അതുപോലെ മലപ്പുറം കോഫി വെനസ്ഡേ. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ 3 ഡാറ്റയും പിക്ക് ചെയ്യണം. ഇവിടെ വീക്ക്ലി ടോട്ടൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ ഈസ് ഈക്വൽ ടു ഏത് ഡാറ്റയൊക്കെ പിക്ക് ചെയ്യേണ്ടത് നമുക്കറിയാതെ അത് അവിടെ പോവാം. അതായത് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഡാറ്റ ദിസ് മച്ച്. അപ്പൊ അവിടെ പിക്ക് ചെയ്ത വാല്യൂ ഇവിടെ കാണാൻ പറ്റും ഫോർമുലയിൽ. ദിസ് മച്ച് ദെൻ പ്ലസ് ദിസ് പ്ലസ് ആൻഡ് ദിസ് എൻ്റർ കൊടുക്കുക. കണ്ട മലപ്പുറം ജില്ലയിൽ ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ഡേറ്റ് അവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 14 വന്നത് വാല്യൂ. നോക്കിയേ ഇവിടെ ഡാറ്റ നോക്കിയാൽ കിട്ടും. 3,000ഉം 2,000ഉം അതുപോലെ 9,000, 14,000 സംതിങ്. ഇതേ രൂപത്തിൽ ഇത് കിട്ടും. ടീന്റെ കാണണം. ടി എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ടി വീക്ക്ലി റിപ്പോർട്ട്. അപ്പൊ 7 വാല്യൂസ് ഇവിടെ വരണം അല്ലെ, 7 വാല്യൂസ് വരണല്ലോ. നമുക്കിവിടെ 3 വാല്യൂസ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ദിസ് മച്ച് മലപ്പുറം പ്ലസ് പ്ലസ് 17 ഇതിന്റെ കൂടെ ടി 17 പ്ലസ് ഈക്വൽ ടു and value. Okay, like the last one, milk is equal to data plus and the milk plus 7 and 4 plus, so equal to that's enter automatic value ആണ്. ക്ലിയർ അല്ലേ? ഇനി പാലക്കാട് വേണം. പാലക്കാട് നമ്മൾ എന്താ ചെയ്യാം, ഇതേ രൂപത്തിൽ പാലക്കാട് ക്ലിക്ക് ചെയ്താണ്. പാലക്കാടില് മൺഡേ ദിസ് മച്ച് ദെൻ ദിസ് ഈ 3 വാല്യൂ
നമ്മൾ എക്സൽ ഷീറ്റിൽ നമുക്ക് ഒരു ഓപ്ഷൻ പറയുന്നത് അല്ലേ, ഓട്ടോ ഫോർമുല വരുന്നത് ഈ ഒരു സ്ക്വയറിൽ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ഈ ഒരു കണ്ടന്റ് ആണ് ഇങ്ങോട്ട് വരിക, ഈ രൂപത്തേക്ക് കണ്ടന്റ് ചെയ്യുക. ആ പാലക്കാടിന്റെ കിട്ടും. ഓക്കെ, ദെൻ അതേ കണ്ടന്റ് ആണ് താഴോട്ട് വരിക, ഇവിടെ പിടിക്കുക, താഴോട്ട് കൺസെപ്റ്റ്. സോ വീക്കിൽ കറക്റ്റ് ഓരോ വീക്കിലും ഓക്കെ, ഇത് നമ്മൾ ചെക്ക് ചെയ്തോക്കെ. ലാസ്റ്റ് 6251 അല്ലെ, 6251 എന്നാണ് ഇവിടെ വന്നുള്ളത്. അതായത് തൃശ്ശൂരിൽ മിൽക്ക് 6251 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വന്നിട്ടില്ലേ. തൃശ്ശൂരിൽ 1535 പ്ലസ് 2559 പ്ലസ് 2157, ഇത് എല്ലാ വാല്യൂ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 6 സംതിങ് ആണ്. ദിസ് വൺ 6251 കറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുണ്ടോ ഈ ഒരു സിംഗിൾ കോളം മതി, ഫസ്റ്റ് കോളം മാത്രം ഡ്രാഗ് ചെയ്താലും കിട്ടും. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ഈ കോളം എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു, കിട്ടിയില്ലേ, കംപ്ലീറ്റ് വന്നു, താഴോട്ട് ഇട്ടു, വന്നല്ലോ. അതുപോലെ വേറെ ഓപ്ഷൻ നോക്കിയേ, ഡേ ടോട്ടൽ. ഇത് നമുക്കൊന്ന് ഡേ വൈസ് നോക്കാം. അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് കൺസെപ്റ്റ് കോഫി ഈ വീക്കിൽ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, അതുപോലെ ടീ ഈ രൂപത്തിൽ ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച്മെന്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, ഒരു അറേഞ്ച്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഏത് രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഡാറ്റ ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷനിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഈ ഡാറ്റ നമുക്ക് അവിടെ കിട്ടണം. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താ എൻ്റർ ചെയ്യുക, മൺഡേയിൽ കോഫി മൺഡേയിൽ എത്രയായിരുന്നു ചെക്ക് ചെയ്ത് നോക്കാം. കോഫി മൺഡേ മലപ്പുറം 3128 ഈ ഒരു കോള വേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കോളത്തിന്റെ ഡാറ്റ അവിടെ പ്ലേസ് ചെയ്ത് നോക്കാം. ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം, ഇവിടെ മൺഡേ മലപ്പുറം കോഫിയിലായിരുന്നു ഈ വാല്യൂ ആണ്, ഈ വാല്യൂ അവിടെ വരണം. കിട്ടി, വാല്യൂ അവിടെ കിട്ടിയതാ, കൂടെ ഉണ്ടല്ലോ. ഡാറ്റ 1 D4 ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഒരു കോളത്തിൽ നിന്ന് ഡാറ്റ പിക്ക് ചെയ്തിട്ട് D4 ഈ D4 എന്ന് പറഞ്ഞ ഈ ഒരു സെല്ലിലെ ഡാറ്റ എടുത്തു, എൻ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ ഇവിടെ വന്നു. ഈ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ടാ കണ്ടോ. അപ്പൊ ട്യൂസ്ഡേ വന്നു, വെനസ്ഡേ വന്നു, ഇനി തേഴ്സ്ഡേ ഫ്രൈഡേ എല്ലാം ഉണ്ടെങ്കിൽ ഡാറ്റ എല്ലാം അവിടെ വരും, അതേപോലെ താഴ്ത്തു. കിട്ടിയല്ലോ. ഇവിടെ ഇത് നമ്മൾ നെക്സ്റ്റ്, കാരണം ഇവിടെ സെപ്പറേഷൻ വന്നു കേട്ടോ, ഇവിടെ സെപ്പറേഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാറ്റ നമുക്ക് രണ്ടാമത് എൻ്റർ ചെയ്യണം. കോഫി മൺഡേ പാലക്കാട് കോഫി എങ്ങനെയായിരുന്നു, അത് ഇവിടെ നിന്ന് പിക്ക് ചെയ്യുക. അത് ഇസ് ഈക്വൽ ടു, എങ്ങനെ ഇസ് ഈക്വൽ ടു ഈ ഒരു ഡാറ്റയിൽ നിന്ന് പാലക്കാടിന് കോപ്പി പിക്ക് ചെയ്യാം. ഇതാ എൻ്റർ വന്നില്ലേ, സെയിം കണ്ടന്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ബാക്കിയുള്ള കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് എൻ്റർ ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. ആ രൂപത്തിൽ വളരെ പെട്ടെന്ന്. ഇപ്പൊ സം എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇവിടെ കണ്ടോ, ഇത് നമ്മൾ സമ്മാണ് കണ്ടോ, സം ഈസ് ഈക്വൽ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒക്കെ ചെയ്യാം. പക്ഷെ ഇതൊക്കെ വളരെ കുറച്ച് ഡാറ്റയേ ഉള്ളൂ കണ്ടോ. ഇതൊരു 500-1000 ഡാറ്റയൊക്കെ ഉള്ള കേസസ് ഉണ്ടാവും. ആ ഡാറ്റകൾ നമ്മൾ ഇതുപോലെ പിക്ക് ചെയ്യണമെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ പ്രത്യേകത നോക്കിയേ, ഞാൻ ഈ വാല്യൂ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാം. ഇതാണ് നമ്മൾ മെയിൻ ഡാറ്റ അല്ലേ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ താഴെ അവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇതിന്റെ ഒരു റെഫറൻസ് കോഡ് സിന്റാക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ കണ്ടോ, ഇവിടെയൊക്കെ ഈ സെല്ലിലൊക്കെ വാല്യൂ 0 ആണ്. അതാ അപ്പോൾ അതിന്റെ കോഡ് ഉണ്ട്, എല്ലാം കോഡ് വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഡാറ്റ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഒരു ഡാറ്റ എൻ്റർ ചെയ്തു 135 ഡാറ്റ എൻ്റർ ചെയ്തു. ഈ ഫസ്റ്റ് ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് വീക്ക്ലി റിപ്പോർട്ട് ടോട്ടൽ ആ ഡാറ്റ അവിടെ വന്നിട്ടുണ്ട്. പ്ലേസസിൽ അവിടെ ആ ഡാറ്റ വന്നിട്ടുണ്ടാവും. ഇതാ ഇവിടെ കണ്ടോ. അപ്പോൾ ഇത് ഹോം ഡാറ്റയിൽ നമ്മൾ സോഴ്സ് ഡാറ്റയിൽ എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ആ ഇക്വേഷൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ ഫോർമുല. ഈ ഫോർമുല ഉണ്ടാകുകൊണ്ട് തന്നെ ഇവിടെ ഡാറ്റയിൽ എന്ത് ചേഞ്ചസ് വന്നാലും അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എവിടെയെല്ലാം അതിന്റെ കോപ്പീസ് വരുന്നുണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക് ആ ഡാറ്റ അപ്ഡേറ്റ് ആവും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സിംഗിൾ ഡാറ്റ ഒരു ഭാഗത്ത് മാത്രം ഡാറ്റ മതി, ബാക്കിയുള്ളിടത്തെല്ലാം അതിന്റെ റെഫറൻസ് കൊടുക്കുക. ആ റെഫറൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ഇതിപ്പോ ഒരു ഷീറ്റിൽ നിന്നാണ്, സെയിം ഷീറ്റാണ്, ഇതൊരു ഷീറ്റാണ്, ലിങ്കിങ് എന്ന് പറഞ്ഞ ഒരു ഫയലാണ്. ആ സെയിം ഷീറ്റിൽ നിന്നാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ഷീറ്റിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്ന സംവിധാനമുണ്ട്, അത് നോക്കാം. അപ്പൊ അതും ഇതുപോലെ കൺസെപ്റ്റ് ഒക്കെ തന്നെ. ഇപ്പൊ ഈ ഒരു ഡാറ്റ, ഈ ഒരു സെല്ലിൽ നമുക്ക് ഡാറ്റ പ്രിന്റ് ചെയ്യാൻ വിചാരിക്കാം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത സെല്ലിൽ ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഫയൽ ഉണ്ട്. വേറെ ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് ലിങ്കിങ് എക്സൽ എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ്. ഇവിടെ വേറെ ഫയൽ. ഈ ഒരു ഫയലിലെ ഈ ഒരു ഡാറ്റ ഞാൻ പിക്ക് ചെയ്യാൻ പോകണം. അത് 6251 ഓട്ടോമാറ്റിക് പിക്ക് ചെയ്തു. ഇപ്പൊ അവിടെ ഈസ് ഈക്വൽ ടു ടൈപ്പ് കൊടുത്തല്ലേ, ആ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ ക്ലിക്ക് ചെയ്യുന്നത് വേറൊരു ഫയലാണ്. വേറെ സെയിം എക്സൽ ഫയൽ അല്ല, വേറൊരു MS എക്സലിന്റെ ഒരു ഫയൽ. ആ ഫയലിലെ ഡാറ്റ പിക്ക് ചെയ്ത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഡാറ്റ അവിടെ കിട്ടി. കണ്ടോ, ഇതിന്റെ ഫോർമുല നോക്കി, ലിങ്കിങ് ടു ഡോട്ട് XLS ഫയൽ. അതായത് ഞാൻ യൂസ് ചെയ്ത ആ ഫയലാണ്. ഏത് ഫയലിലെ ഡാറ്റ പിക്ക് എന്ന് പറയണം, ലിങ്കിങ്_2 ആ ഫയൽ. ഇത് ഈ ഫയൽ നോക്കി, ലിങ്കിങ് XLS ഫയലാണ്. ഈ ഫയലാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ലിങ്കിങ്_2 ഡോട്ട് XLS എന്ന് പറഞ്ഞാൽ ആ ഫയലിന് ഡാറ്റ പിക്ക് ചെയ്യാൻ, അതിന്
വീക്ക്ലി ടോട്ടൽ എന്ന് പറഞ്ഞ ടാബ്, ഇതാണ് നമ്മുടെ ഷീറ്റ്, വർക്ക് ഷീറ്റ്. ഇത് വർക്ക് ബുക്ക്, ഇത് വർക്ക് ഷീറ്റ്, ഇത് അതിന്റെ സെൽ അഡ്രസ്. വേറൊരു പേജ് ഇതാ ഈ ഒരു വിൻഡോയില് ഈ ഒരു സെല്ല് എടുത്ത് ഇതിന്റെ പേര് നോക്കി, വീക്ക്ലി ടോട്ടൽ. ഇതാണ് അതിന്റെ ഷീറ്റിന്റെ നെയിം, എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ ഈ ഒരു സെല്ല് അഡ്രസ്. അതാണ് ആ സെല്ല് അഡ്രസ് ആണ് അവിടെ നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടത്. ഈ ഒരു ഡാറ്റ ഇവിടെ വന്നു. വേറെ ഡാറ്റ നമുക്ക് പിക്ക് ചെയ്യാം. ഇതുപോലെ ഈ ഒരു സെല്ലിൽ ഡാറ്റ പിക്ക് ചെയ്തിടാം. ഈസ് ഈക്വൽ ടു ആഡിങ് ചെയ്തിട്ടില്ല, ഏത് ഓപ്പറേഷൻ നടത്താം, ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ്. ഓക്കെ, ആ 3 വാല്യൂടെ ആഡ് ചെയ്ത് കിട്ടിയ ഡാറ്റ ഇത് വേറൊരു വർക്ക്ഷീറ്റിനാണ് വരുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് വർക്ക്ഷീറ്റിന് ഡാറ്റ പ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ലിങ്കിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഡാറ്റ ലിങ്കിങ്, വർക്ക്ഷീറ്റിൽ നിന്ന് വേറൊരു വർക്ക്ഷീറ്റിലേക്ക് ഡാറ്റ ലിങ്ക് ചെയ്യാം. അതല്ലെങ്കിൽ സെയിം വർക്ക്ഷീറ്റിലെ ഒരു ഷീറ്റിൽ നിന്ന് വേറൊരു ഷീറ്റിലോട്ട് ഡാറ്റ ലിങ്ക് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഡാറ്റ സ്റ്റോർ ചെയ്താൽ മതി, ബാക്കി എവിടെയെങ്കിലും ഡാറ്റ ഉണ്ടോ അവിടേക്കൊക്കെ അതിന്റെ റെഫറൻസ് കൊടുത്താൽ മതി. മൾട്ടിപ്പിൾ കോപ്പി സേവ് ചെയ്തേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ കൺസോളിഡേഷൻ. മൈക്രോസോഫ്റ്റ് എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റകളെ കൺസോളിഡേറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ, വലിയൊരു എമൗണ്ട് ഡാറ്റ ഉണ്ടാവും, ഇൻസെർട്ട് ചെയ്യുന്ന ഇൻപുട്ട് ഡാറ്റകൾ. ആ ഇൻപുട്ട് റോ ഡാറ്റകളെ ഒന്ന് കൺസോളിഡേറ്റഡ് ആക്കിയിട്ട് ഒരു സിംഗിൾ ഷീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു കൺസോളിഡേറ്റ് അവർ വർക്ക് ഷീറ്റ് located in one workbook or multiple workbook into one worksheet. നമുക്ക് ഒരു എക്സൽ ഫയൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സൽ ഫയൽ ഉണ്ടായിരിക്കാം. അതിലെ കംപ്ലീറ്റ് ഡാറ്റയും ഒരു സിംഗിൾ ഷീറ്റിലോട്ട് നമുക്ക് കൺസോളിഡേഷൻ നടത്താൻ പറ്റും. ഒരു സമ്മറൈസ് റിപ്പോർട്ടാക്കി നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിനാണ് ഈ കൺസോളിഡേറ്റഡ് വർക്ക്ഷീറ്റ് എന്ന് പറയാൻ കാരണം. ഡാറ്റയെ കൺസോളിഡേറ്റ് ചെയ്യുക. ലൊക്കേറ്റഡ് ഇൻ വൺ വർക്ക്, ഒരു വർക്ക് ബുക്കിൽ തന്നെ മൾട്ടിപ്പിൾ ഷീറ്റുകൾ ഉണ്ടാവും, ഷീറ്റ് 1 ഷീറ്റ് 2. അപ്പോൾ ഓരോ ഷീറ്റിലെ ഡാറ്റ എടുത്തിട്ട് സിംഗിൾ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ വർക്ക് ബുക്ക് തന്നെ ആവാം. എക്സൽ ഫയൽ, സെപ്പറേറ്റ് എക്സൽ ഫയൽ ഉണ്ടായിരിക്കാം, അതിലെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ വർക്ക് ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അനാലിസിസ് ടു കമ്പൈൻ ഇൻഫർമേഷൻ ഫ്രം മൾട്ടിപ്പിൾ വർക്ക് ബുക്ക് ഇൻ ടു വൺ പ്ലേസ്. മൾട്ടിപ്പിൾ വർക്ക് ബുക്കിലെ കണ്ടന്റുകൾ സെയിം ഒരു കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ഷീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദ എക്സൽ കൺസോളിഡേറ്റ് ഫംഗ്ഷൻ ആൻഡ് select data from its various location and creates a table to summarize the information. നമ്മൾ റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാറ്റയാണ്, ഒരുപാട് ഡാറ്റ റോ ഡാറ്റ. ഈ റോ ഡാറ്റിനെ സമ്മറൈസ് ഫോം ആക്കി കൺഫേം ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റുക. സോ അതിനാണ് ഡാറ്റ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. When we consolidate data in one worksheet, we can easily to update, combine. സിംഗിൾ ഡാറ്റയിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റ നോക്കാനും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ചെയ്യാനൊക്കെ പറ്റും. കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫയൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു കോളേജിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ എക്സൽ ഷീറ്റിലായിരിക്കും അവരുടെ ഡാറ്റ ഉണ്ടായിരിക്കുക. ഇപ്പോൾ കുട്ടികളുടെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ റിസൾട്ട് കോളേജിന് മൊത്തമായിട്ട് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഡാറ്റ കൺസോളിഡേഷൻ ഉപയോഗിക്കാം. ഒരു സിംഗിൾ ഷീറ്റിൽ മൾട്ടിപ്പിൾ ഷീറ്റിലെ ഫയൽസിലെ ഡാറ്റ ആക്സസ് ചെയ്തിട്ട് ഒരു കൺസോളിഡേഷൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാം. അതാണ് ഒരു കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞത്. യൂസിങ് ദ കൺസോളിഡേഷൻ ടൂൾ വി ക്യാൻ കമ്പൈൻ ദ സമ്മറൈസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ ഫയൽസ്. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫയൽസിനെ സിംഗിൾ ഫയൽസ് ആക്കി കൺസോളിഡേറ്റ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ട്, കർണാടക, കേരള, തമിഴ്നാട്. ഉണ്ടോ കർണാടക എന്ന ഫയൽ, ഇവിടെ കുറച്ച് വെഹിക്കിളിന്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്, ആക്ടീവ, പൾസർ, ദെൻ പാഷൻ പ്രോ, യൂണിക്കോൺ, ആക്സസ്. ഇതൊക്കെ ജനുവരിയിലെ സെയില്, ഫെബ്രുവരിയിൽ എത്ര സെയിൽ ആയിട്ടുണ്ട്, മാർച്ച് എത്ര സെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ അവസ്ഥ എന്താണ്, ഓരോ വെഹിക്കിളിലും ഓരോ മന്തിലുള്ള സെയിൽസ്. അതുപോലെ തമിഴ്നാട്, 3 സ്റ്റേറ്റുകളുടെ ഫയൽസ് ഉണ്ട്, സെപ്പറേറ്റ് ഫയലാണ്. ഈ സെപ്പറേറ്റ് ഫയലിലെ കണ്ടന്റ് ഒരു സിംഗിൾ ഫയൽ, അത് കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. ഈ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡാറ്റ ഈ ഒരു സിംഗിൾ ഷീറ്റിൽ വെച്ച് നമുക്ക് ഏത് സെല്ലിലാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ടോ, ഡാറ്റ ടാബ്. ഇതില് കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് വന്ന പേജിൽ ഇവിടെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, ഫ്രം സോഴ്സ് ഡാറ്റ എവിടെ നിന്നാണ്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം സോഴ്സ് ഡാറ്റ എവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് കർണാടക. സോ കർണാടക എന്ന പ്ലേസിൽ ഈ ഒരു ഡാറ്റ കംപ്ലീറ്റ് ചൂസ് ചെയ്യാം. കണ്ടോ ഇവിടെ സെലക്ഷൻ നടക്കുന്നുണ്ടാവും, കിട്ടി കണ്ടോ, ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. കർണാടക ഡോട്ട് XLSX ആ ഫയലിന്റെ പേരാണ്, എക്സൽ ഫയലിന്റെ നെയിമാണ്. ദെൻ കർണാടക എന്ന് പറഞ്ഞ ഈ ഒരു ഷീറ്റ് നെയിം കണ്ടോ, ഷീറ്റ് നെയിം. ദെൻ അതിനുശേഷം എക്സ്ക്ലമേഷൻ മാർക്ക്, അത് ഷീറ്റാണ്. എന്നിട്ട് B3 മുതൽ, ഇതാണ് ഫസ്റ്റ് B3 എന്നാണ് കേസ് കണ്ടോ, B3 വെഹിക്കിൾ എന്നാണ് പ്ലേസ്. ഇത് മുതൽ ഏത് വരെ, E8 വരെ, E8 ആണ് കോളം.
ഈ ഒരു റെക്ടാങ്കിൾ ഇവിടെ ചൂസ് ചെയ്തു. അപ്പൊ ഇത്രയും ഡാറ്റ ഇവിടെ കിട്ടി. അതെന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യും, ബോക്സിൽ ആഡ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ഡാറ്റ ആഡ് ചെയ്ത്. ഈ സെക്കൻഡ് ഡാറ്റ, രണ്ടാമത് നമുക്ക് വേറെ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഡാറ്റ കേരള, കേരള എന്ന് ഇതുപോലെ ചൂസ് ചെയ്യാം. കേരള ചൂസ് ചെയ്ത് ആഡ്, ആ ഡാറ്റ ആഡ് ആയി. നെക്സ്റ്റ് തമിഴ്നാട്, ഇങ്ങനെ ഡാറ്റ സോഴ്സ് ചൂസ് ചെയ്യാം, ആഡ് കൊടുക്കുക. ഇപ്പൊ 3 ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. 3 ഡാറ്റ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ട് വരേണ്ട വിൻഡോ അറിയാലോ, ഏതാ വിൻഡോ? ഇതാ ഇവിടെ വിൻഡോയിലാണ്, ഇവിടെയാണ് വരേണ്ടത്. ഈ ഒരു ഭാഗത്ത് ടോപ്പ് റോ എന്തായിരുന്നു? വെഹിക്കിൾ കർണാടക, സോറി വെഹിക്കിൾ, അതുപോലെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതായിരുന്നു. അപ്പൊ ടോപ്പ് റോ വേണം ചൂസ് ചെയ്യാൻ, ലേബൽസ് വേണം. ലെഫ്റ്റ് വെഹിക്കിൾ നെയിം ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ അതും വേണം ചൂസ് ചെയ്യാം. അപ്പൊ രണ്ടും നമുക്ക് ടിക്ക് കൊടുക്കാം, കാരണം ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഹെഡിങ് വേണം. ഇനി അതിനുശേഷം ഇവിടെ പറയുന്നത് ക്രിയേറ്റ് ലിങ്ക് ടു സോഴ്സ് ഡാറ്റ. സോഴ്സ് ഡാറ്റയ്ക്ക് ലിങ്ക് ആക്സസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം, ക്ലിക്ക് ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. കാരണം കൺസോളിഡേറ്റഡ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടുന്ന് വന്നു നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നീട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഏതിന്റെ കൺസോളിഡേറ്റഡ് ഡാറ്റയെ കാണുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത് അവിടെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. കണ്ട ഡാറ്റ വന്നിട്ട് ജനുവരി മാസത്തിൽ ആക്റ്റീവ ടോട്ടൽ സെയിലാണ് വന്നുള്ളത്. 3 ഡാറ്റയെ ഒന്നിച്ച് കൺസോളിഡേറ്റ് ചെയ്തു. 2435 ഇത്രയും വെഹിക്കിൾ, അത് ആക്റ്റീവ എന്ന് പറഞ്ഞ സ്കൂട്ടർ സെയിൽ ആയിട്ടുണ്ട്. ഇത് എന്തിന്റെ ഡാറ്റ എന്ന് അറിയാൻ വേണ്ടി പ്ലസ് ബട്ടൺ കണ്ടു. ഇതാണ് നേരത്തെ കൺസോളിഡേറ്റഡ് ഡാറ്റയുടെ സമ്മറി കാണിച്ചത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഭാഗം കർണാടക, കേരള, തമിഴ്നാട്, ഈ ഒരു കംപ്ലീറ്റ് ഡാറ്റയാണ് ഇവിടെ കണ്ടത്. 2000 സംതിങ് ഈ ഒരു കണ്ടന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അതുപോലെ ഇത് നോക്കിയാൽ ഈ ഒരു തേർഡ് വണ്ണിൽ കിട്ടിയ കണ്ടോ, കർണാടകയിൽ ഇത്ര, കേരള ഇത്ര, തമിഴ്നാട് ഇത്ര. അപ്പൊ അതിന്റെ ഡാറ്റയാണ് ഇവിടെ 2401 എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ കൺസോളിഡേറ്റഡ് ഡാറ്റന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. ക്ലിയർ അല്ലേ?